5 ലിങ്ക് അയച്ചല്ലോ എന്നെ പറ്റി അനുമോള് പറയുന്നത്. അപ്പൊ കൂടുതൽ കണ്ടന്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാല് ആരുടെ കണ്ടന്റ് സൂക്ഷിച്ച് ചേർന്നു എനിക്ക് നമ്മുടെ അതുൽ വ്ളോഗ്സിനെ ഭീഷണിപ്പെടുത്തുന്ന ആര്? ഈ പറഞ്ഞ ഷിയാസ്. അതിപ്പോൾ അവൻ പുറത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ഇത് കേട്ടിട്ട് നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഷിയാസിന്റെ വിഷയത്തിലോട്ട് വരാം. 60 വയസ്സുകാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, മുതുകിളവി, ആ കിളവിയെ ക്രൂരമായിട്ട് ഇവൻ ക്രൂരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന ഷിയാസിന്റെ കല്യാണത്തിനും കാര്യത്തിനുമൊക്കെ ആ സ്ത്രീയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരാണ് ഇപ്പോൾ കൊണ്ട് ഈ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത്. ഇതാരാണ്, എന്താണ് ഇതിൻ്റെ പിന്നില? ഒന്ന് ആലോചിച്ച് നോക്കി. 10-65 ലക്ഷം രൂപ തട്ടി എന്ന് പറയുമ്പോൾ അവരത്ര ചില്ലറക്കാരല്ലല്ലോ വ്യക്തി. ഈ 10-65 വയസ്സുള്ള സ്ത്രീയെ ഞാനൊന്ന് തപ്പി നോക്കിയപ്പോൾ അതിനകത്ത് വേറെ ഒരു ബിഗ് ബോസിൽ വന്നൊരു സ്ത്രീ എനിക്ക് കണ്ടിന്യൂ അവരാണെന്ന് ഞാൻ ഡൗട്ട് അടിച്ചു. ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഓക്കെ, ഇത് ആദ്യം നമുക്ക് അതുലിൻ്റെ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഷിയാസ് അതുലിനെ ഒന്ന് വെല്ലുവിളിക്കുന്നതൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തതാണ്. ആ സുഹൃത്ത് അതുലിന് അയച്ചു കൊടുത്തതാണ്. ഇത് അവൻ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം വിവിച്ചേട്ടൻ അയച്ചു കൊടുത്ത്, നമ്മുടെ വിവിച്ചേട്ടൻ. ഞാൻ എന്താ വോയിസ് നോക്കാം. അപ്പൊ അവൻ വലിയ സംസാരം വലിയ തികഞ്ഞവനും ഞാൻ തികയാത്തവനും അവനത് പറഞ്ഞേക്ക് എന്റെ മുമ്പിൽ നിന്ന് ഒറ്റ തന്തിക്ക് വന്നവനാണെങ്കിൽ ആ ഡയലോഗ് എന്റെ മുന്നിൽ സംസാരിക്കാൻ പറയും. അപ്പൊ കാണിച്ചു കൊടുക്കാം ബാക്കി എന്താണ്. പിന്നെ അവന്റെ യൂട്യൂബ് കണ്ടന്റും പരിപാടികളൊക്കെ അദ്ദേഹം അടച്ചാൻ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ തൊലിക്കും, അത് വേറെ കാര്യം. അതിനുള്ള ഗട്ട്സും കാര്യങ്ങളും ഒന്നും നിനക്കില്ല മോനെ. ഉറപ്പുണ്ടെങ്കിൽ നീ അത് ചെയ്യും. ഓക്കെ, എന്തായാലും നമ്മള് വോയിസ് വെക്കട്ടെ. കുടിക്കാൻ പറ്റും. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്റെ സോഷ്യൽ മീഡിയ അവനെ കാണിച്ചു കൊടുക്കാം. അവനെ കോപ്പറേറ്റ് അടിച്ച് അവന്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എന്റെ പേര് അവന്റെ വലിയ യൂട്യൂബ്. നീ എന്തോ പറയാൻ വന്നെ? എന്റെ അപ്പന്റെ പേരൊന്നും വല്ലതാണോ പറയാൻ വന്നത്? എന്തോ വിഴുങ്ങിയങ്ങ്. നിന്നെ കൊണ്ട് അത് കൂട്ടുമെന്ന് തോന്നുന്നില്ല. പറ. അവനൊരു കണ്ണടയും സോഡക്കണ്ണടയും അവന്റെ ഒരു താടിയും അവന് അയച്ചു കൊടുത്ത് പറഞ്ഞേക്ക് എന്റെ മുന്നിൽ ഒറ്റത്തന്തിക്ക് വന്നാലും വന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ. പിന്നെ അവന് വട്ടല്ലേ അവിടുന്ന് അവിടം വരെ വന്നിട്ട് നിന്റെ മുന്നിൽ നിൽക്കാൻ? നിനക്കല്ലേ വെല്ലുവിളിയും ഭയങ്കര ഇതൊക്കെ. നീ അങ്ങോട്ട് ചെല്ല്, അതായിരിക്കും നല്ലത്. അതിൽ കൊടുക്കുന്ന മറുപടിയൊക്കെ ഉണ്ട് വെക്കാം. ഇത് ഭീഷണിയല്ല, ആണുങ്ങളെ പോലെ ആണുങ്ങളാണ്. അവനറിയാത്ത കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അവന്റെ യൂട്യൂബ്. എന്റെ പൊന്നളിയ അവന്റെ അടുത്ത് പറ മര്യാദക്ക് നോക്കിയും കണ്ടൊക്കെ നടക്കാൻ. ഇവൻ കാളവേറിപ്പൊടിയുടെ കല്യാണത്തിന് ആരുടെ പറയാൻ നടന്നത് എനിക്കറിയാം. ആ നടി ആരാന്ന് നിങ്ങൾക്ക് അറിയണോ? ഞാനായിട്ട് പറയുന്നില്ല. കാദർ കരിപ്പൊടിയുടെ കല്യാണത്തിന് പോയ സമയത്ത് അണ്ണനൊന്ന് ചുറ്റിയായിരുന്നു വണ്ടിയിലൊക്കെ. അത്യാവശ്യം ബിഗ് ബോസിലുള്ള ഒരു ഫെയിമിലുള്ള ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മളാരും. ആരുടെ പറയാൻ നടന്നത് എനിക്കറിയാം. ചുമ്മാ എന്നെ കൊണ്ട് വാ തുറപ്പിക്കില്ലെന്ന് അവന്റെ അടുത്ത് പറ. പിന്നെ 2 പൊക്കളും കുത്തി കറക്കി കൊടുത്ത് അവിടെ വീഴും. അവൻ മറ്റേ അടിക്കി പിടിക്കും എന്നൊക്കെ പറയുന്നത്. 2 കുത്ത് കറക്കും, ഒരു കറക്കലും അവിടെ കിടക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ അടുത്ത് അവന്റെ വിചാരം അവന് കുറെ ശരീരവും മറ്റേ പൊക്കവും ഒക്കെ കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മറ്റേ ഉണ്ടായിക്കളയുന്നതാണ് അവന്റെ വിചാരം. പൊക്കളൂത്തി ഒരു കറക്ക് കൊടുക്കുക കഴിഞ്ഞാൽ വളഞ്ഞവിടെ നിൽക്കും. അത് പറഞ്ഞു മനസ്സിലാക്കും. പിന്നെ കതറരിപ്പടിയുടെ കല്യാണത്തിന്റെ കേസൊന്നും എന്നെ കൊണ്ട് വാ തുറപ്പിക്കില്ലെന്നും കൂടി അവന്റെ അടുത്ത് പറ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 3-4 ദിവസം മുമ്പാന്ന് തോന്നി ഒരു സംഭവം നടന്നത്. എന്നോട് ഇങ്ങനെ അവൻ സംസാരിച്ചതായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ഇനി നമുക്ക് ന്യൂസിലോട്ട് കിടക്കാം. ഒരു 10-60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അദ്ദേഹം മോശമായിട്ടുള്ള രീതിയിൽ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വെച്ച്, ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇദ്ദേഹത്തിന് അത്ര ദാരിദ്ര്യം പിടിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന്റെ വൈഫിനെ കാണണം, നല്ല കാണാൻ കൊള്ളാന്നൊരു കൊച്ചാ. എന്തിനാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതിപ്പം സംഭവം അന്വേഷിച്ച് വിളിച്ച് തിരക്കൊക്കെ ചെയ്തപ്പോൾ ഇത് വെറുതെ കൊണ്ട് കൊടുത്തൊരു കേസാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പം ന്യൂസി മൊത്തം ഇദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ച് മോശമായിട്ടുള്ള രീതിയിൽ അവരൊക്കെ ചെയ്യുന്നത്. സംസാര രീതി ചിലപ്പോൾ മെച്യൂരിറ്റി ഇല്ലാത്തതാണെങ്കിൽ തോന്നുമെങ്കിൽ ഈ കാര്യത്തിൽ പുള്ളിക്കാരൻ നിരപരാധിയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സീരിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോവാം. എന്തായാലും നമുക്ക് ഈ 60-കാരിയെ എങ്ങനെയാണ് വേണ്ട പറ. റിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് പരാതി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതിയാണ് പരാതിക്കാരി. രാവിലെയാണ് പാലാരിവട്ടം പോലീസ്. നാണമില്ല നിനക്കൊക്കെ ഇരുന്ന് ന്യൂസ് വായിക്കാൻ? യുവതി എന്ന് പറയാൻ, മുതുകളബിയെ യുവതി എന്ന് പറയാൻ നിനക്ക് നാണവും മാനമില്ലേ? നിങ്ങൾ ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് ന്യൂസിന് വല്ല ഹൈപ്പും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ്. അതും കൂടെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, വകുപ്പ് വേറെ ആക്കി കളയുടെ. എവിടെയാണ് പെണ്ണും ആണും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണിക്കുന്നത്? കഷ്ടം. കാര്യമാണ്. ഈ ഒരു കേസ് വെച്ചിട്ടുള്ള അദ്ദേഹം നിരപരാധിയാണ്. സംസാരത്തിന് ചിലപ്പോൾ 4 ഇടി വെച്ച് കൊടുക്കാൻ തോന്നുകയൊക്കെ ചെയ്യും. പിന്നെ അതുലിനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ സംസാരിക്കുന്നതൊന്നുമില്ലായിരുന്നു. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് ബാക്കി കൂടെ വെക്കാം. ഇങ്ങനെ ഒരു പരാതി എത്തിയത് കൊച്ചിയിൽ താമസിക്കുന്ന യുവതി ഷിയാസ് കരീമുമായി സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. 2023 പരിചയം തുടങ്ങിയത്. 2024 മുതൽ പലതവണയായി ഷിയാസ് കരീം കൊച്ചിയിലും കോഴിക്കോടും ഉള്ള ഹോട്ടലുകളിൽ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും ചൂഷണം ചെയ്തുവെന്നും അതിനൊപ്പം തന്നെ ഒപ്പം നിർത്തിക്കോളാം, ജീവിത അവസാനം വരെ കൂടെ നിർത്താമെന്ന് വാഗ്ദാനം നൽകി. അത്രയും ദാരിദ്ര്യോടെ നിനക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ കേൾക്കുന്നവർക്ക് അറിയാം.
അല്ലെങ്കിൽ നിൽക്ക്, ഞാൻ പറയാം ഏത് കൊച്ചിയിൽ ഏത് ഹോട്ടല് ഏത് ഹോട്ടല് ഏത് സമയം ഏത് റൂമാണെങ്കിൽ അതിൻ്റെ രജിസ്റ്ററും കാര്യങ്ങളും എല്ലാം അവിടെ കാണും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്താണെങ്കിൽ ഇതുപോലുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിനെ പൊക്കി ഈ പറയുന്ന തെളിവെടുപ്പിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക ചെയ്തതാണ്. ഇപ്പം ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ വ്യക്തികൾ രണ്ടുപേരും റൂം എടുത്തിട്ടുണ്ടോ, അതിന്റെ തെളിവുകളുണ്ടോ, ഇയാൾ റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള CCTV നമുക്ക് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ അമ്മച്ചി പെടും. തിരിച്ചു കൊടുക്കണം പരാതി, നഷ്ടപരിഹാരം കിട്ടുന്ന രീതിയിലാണ് കൊടുക്കണം. സീരിയസ്ലി ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെച്ച് ഉറപ്പിക്കരുത്. 19-60 വയസ്സിന്റെ ഇടയിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ എന്തുവാ. പിന്നെ അതുപോലെ തന്നെ ഈ അതുലിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇയാൾ ബയോ മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട്. അവൻ എന്തോ തേങ്ങയും വാങ്ങുകയും ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവൻ നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെ ഇത് ചെയ്യുന്നതിന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, ഈ അടുത്ത സമയം കൊണ്ട് മെയിൻ ഒരു ബിഗ് ബോസിലൊരു ഗുണാണ്ടുണ്ട്. ഈ BJP പോയി ചേർന്നിട്ട് എന്തോ പറയുന്നത് പോലും അറിയാത്ത ഒരു സ്ഥലത്തല്ലാതാണ്. അവനെ എതിരെ ഇയാൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം മുതൽ ഇയാൾക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഇവനെ എങ്ങനെ പണിയണമെന്നുള്ള രീതിയിലാണ്. അത് മറ്റേ കുറുക്കനാണ്. ആരാണ് വ്യക്തി എന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാണ്. BJP പോയി നിന്നൊരു ബിഗ് ബോസ് വിന്നറാണ്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പുള്ളി നല്ല രീതിയിൽ ഇവനിട്ട് താങ്ങാൻ വേണ്ടി കളിക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞുള്ള ന്യൂസാണ്. ഇനി അവൻ വല്ല ഒപ്പിച്ച് വെച്ചാണെന്ന് അറിയത്തില്ല. തവണയായി പണം തട്ടി എന്നുമാണ് യുവതിയുടെ പരാതിയുള്ളത്. ഈ ഷിയാസ് കരീമിന് പല ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസിന്റെ ഒക്കെ ഭാഗമായി ഉപയോഗിക്കാനാണ് ഈ പണം. ഈ ബിസിനസ്സിനെയൊക്കെ പങ്കാളിയാക്കാമെന്നും യുവതിക്ക് വാഗ്ദാനം കൊടുത്തു. കൊച്ചിയിൽ ഒരു ജിംനേഷ്യം തുടങ്ങാൻ, കോഴിക്കോട്ട് മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങാൻ, അങ്ങനെ പല തവണയായിട്ട് പണം വാങ്ങിച്ചു. ഇതിന്റെയൊക്കെ ഒപ്പം തന്നെ ഷിയാസ് കരീം വിവാഹിതനാണെന്ന് തന്നോട് മറച്ചു വെച്ചു. ഒപ്പം വിവാഹിതനായതിനു ശേഷവും തന്നെ ഇതുപോലെ പലതവണ ചൂഷണം ചെയ്തുവെന്നും ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ചൂഷണം ചെയ്തു. അപ്പൊ നീയാള് കൊള്ളാലോ, പേട്ടുകളവി. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇവറ്റകളൊക്കെ ശരിയാണോ? പരാതിക്കൊപ്പം തന്നെ യുവതി പറയുന്ന ഒരു കാര്യം, ഈ പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ, ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിലും പോൺ സൈറ്റുകളിലും ഒക്കെ ബുദ്ധിയുള്ളവർ ആരെങ്കിലും കാണിക്കുമോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള ഫോട്ടോസുകളും കാര്യങ്ങളും ഒക്കെ അതും ഷിയാസ് ചെയ്യുമെന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഫേമിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതും ഒരു പടുകളവിടെ കൂടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഷ്ടം. ന്യൂസൊക്കെ അടിച്ചു വിടുന്നതിന് ഒരു പരിധി വേണ്ടേ? ഇത് ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ആരൊക്കെ പ്ലാൻ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ കുറേ എണ്ണം വന്നിട്ട് ചോദിക്കും, നീ അവരെ വിളിപ്പിക്കാൻ നോക്കുകയാണെന്നല്ല. നാളെ നിനക്കും ഉണ്ടാവാം ഈ വന്ന് മെഴുകാൻ പോകുന്നവർക്ക് വേണ്ടി. നാളെ നിനക്കും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോഴേ അതിന്റെ ഇത് മനസ്സിലാകത്തുള്ളൂ. പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഷിയാസിന്റെ ഒരു സുഹൃത്ത് തന്റെ ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി തന്നെ ഭീഷണിപ്പെടുത്തി ചിത്രങ്ങൾ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം പരാതിയുടെ ഇതൊക്കെ ചേർത്താണ് ഇപ്പോൾ ഇന്ന് പാലാരിവട്ടം പോലീസിന് മുന്നിൽ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതൊരു പരാതിയായിട്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു കേസ് പോലീസ് ഇതുവരെ ഇതിൽ എടുത്തിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഷിയാസ് കരീമിനെ ബന്ധപ്പെട്ടെങ്കിലും ഇതിലൊരു പ്രതികരണവും ഇതുവരെ ലഭിച്ചില്ല. പുള്ളിയുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവൻ കൂളായിട്ട് വന്നൊരു കാര്യം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഗഡ്സുള്ളവൻ തന്നെയാണ്. കണ്ടുപോക്ക്. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതോ, ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്ക് കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു വീഡിയോ. ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 16 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിയും, റിസപ്ഷനിൽ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് എടുക്കല്ല. എനിക്ക് FIR അറിയില്ല. ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചത്. പിന്നെ പെങ്ങളെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ ഇതുവരെ എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശ് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചിട്ടുണ്ട്, എന്റെ പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ കുറച്ച് പൈസ അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവർക്ക് കൂടുതൽ പറ്റിച്ചു, ബിസിനസ് ചെയ്യാൻ അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ അവരുടെ പേര് കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കാര്യം. ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പൊ ഇതിലേക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുന്നത് കാര്യം, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയൂട്ടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ വേണം. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ വേണം കേട്ടോ. എനിക്ക് അത്രയും ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ. അവന്റെ കോൺഫിഡൻസിൽ തന്നെ ഉണ്ട് അവൻ നിരപരാധിയാണ്. അത്രേ ഉള്ളൂ.
ഒരു കാര്യം പറയും, ഇതുപോലുള്ള പന്തൊക്കെ പറക്കാത്ത അവന്മാർ വന്നിട്ട് ഓരോ തോന്നിവാസങ്ങൾ പറയും, കാണിക്കുകയും ചെയ്യും. പെടാൻ പോകുന്നത് ഇതുപോലുള്ള പാവം പിടിച്ച ആണുങ്ങൾ. ഇവൻ പാവമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം കൂട്ടത്തിലുള്ളവനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നോക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കം അങ്ങനെയൊക്കെ സംസാരിച്ചത്. ആൾ ഈ കാര്യത്തിൽ ഒരു ചെരുവനാണ്. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.